ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തമിഴ് സിനിമ ഇൻഡസ്ട്രി ഓവർസീസ് റൈറ്റ്സിന്റെ കാര്യത്തിൽ മിന്നി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴിതാ 3 സിനിമകളുടെ ഓവർസീസ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. വെങ്കട്ട് പ്രഭുവിന്റെ സംവിധാനത്തിൽ വിജയ് നായകനായി എത്തുന്ന ദി ഗോട്ട് എന്ന സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് വിൽപ്പന പൂർത്തിയാകുമ്പോൾ സിനിമയുടെ വിദേശ രാജ്യത്തെ പ്രധാനപ്പെട്ട മേഖലയായ ഗൾഫ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഫാർസ് ഫിലിംസ് ആണ് സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം മലേഷ്യയിൽ മറ്റൊരു വിതരണ കമ്പനിയാണ് സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഫാർസ് ഫിലിംസ് സിനിമയുടെ റൈറ്റ്സ് 53 കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. മലേഷ്യയിലേക്ക് എത്ര കോടി രൂപയ്ക്കാണ് സിനിമ വിറ്റഴിക്കപ്പെട്ടത് എന്ന നിലവിൽ വ്യക്തതയില്ല. എങ്കിൽ പോലും ലിയോ എന്ന സിനിമയുടെ താഴെയാണ് ഗോട്ടിന്റെ ഓവർസീസ് ഓവറോൾ റൈറ്റ്സ് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. 64 കോടി രൂപയ്ക്കായിരുന്നു ലിയോയുടെ ഓവർസീസ് റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത്. ഇപ്പോഴത്തെ ഗോട്ടിന്റെ 53 കോടി ഫാർസ് ഫിലിംസ് മാത്രം സ്വന്തമാക്കുമ്പോൾ വളരെ മികച്ചൊരു തുക സിനിമയും നേടിയെടുത്തു എന്ന് നിസ്സംശയം പറയാം. അതേസമയം സമീപകാല തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഓവർസീസ് ബിസിനസ്സിൽ ഞെട്ടിച്ചിരിക്കുകയാണ് സൂര്യയുടെ പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയ കങ്കുവ. ഇനിയും ഓവർസീസിൽ മാത്രം സൂര്യയുടെ ഒരു സിനിമ 40 കോടി ഫൈനൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാത്ത ഈ ഒരു സമയത്ത് 40 കോടി രൂപ തിയേറ്റർ റൈറ്റ്സിന് സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ഇപ്പോഴത്തെ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. ഫാർസ് ഫിലിംസ് ആണ് സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു സൂര്യ ചിത്രത്തിന് ലഭ്യമാകുന്നതിൽ വെച്ച് ഒരു റെക്കോർഡ് തുക, സ്വപ്ന തുല്യമായ തുകയാണ് 40 കോടി ഓവർസീസ് റൈറ്റ്സ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഗംഗുവിക്ക് മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം ഓവർസീസിൽ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. നിലവിൽ ഒക്ടോബർ 10-നാണ് സൂര്യ ചിത്രം കങ്കുവ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ജയിലർ എന്ന സിനിമയ്ക്ക് ശേഷം രജനീകാന്ത് നായകനായി എത്തുന്ന അടുത്ത വമ്പൻ തമിഴ് സിനിമ വൻ താരനിര ഭാഗമാകുന്ന സിനിമയാണല്ലോ വേട്ടയ്യൻ. സിനിമയുടെയും ഓവർസീസ് ബിസിനസ് ക്ലോസ് ആയിരിക്കുകയാണ്. പക്ഷേ നിശ്ചിത തുകയ്ക്ക് നിശ്ചിത തിയേറ്റർ റൈറ്റ്സിനല്ല സിനിമ വിറ്റഴിച്ചിരിക്കുന്നത്. മറിച്ച് സിനിമ അവിടെ ആകെ എത്ര കളക്ഷൻ നേടിയെടുക്കുന്നു അതിൽ നിന്നും കമ്മീഷൻ ബേസിലായിരിക്കും സിനിമയ്ക്ക് വിതരണക്കാരനാണെങ്കിലും നിർമ്മാതാവിനാണെങ്കിലും തുക ലഭ്യമാകുക. ഇനി മണിരത്നത്തിന്റെ കമലഹാസൻ സിനിമ തഗ് ലൈഫിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കപ്പെട്ട സമയത്ത് തന്നെ സിനിമയുടെ റൈറ്റ്സ് റെക്കോർഡ് കമലഹാസൻ തുകയ്ക്ക്, അതിലുപരി ലിയോയ്ക്ക് ശേഷം ഒരു തമിഴ് സിനിമയ്ക്ക് ലഭ്യമാകുന്നതിൽ വെച്ച് വലിയ തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ടതാണ്. ഏകദേശം 63 കോടി രൂപയ്ക്കായിരുന്നു തഗ് ലൈഫിന്റെ ഓവർസീസ് ബിസിനസ് നടന്നത്. എന്നാൽ സമീപകാലത്ത് കമലഹാസൻ അത്ര നല്ല പേരല്ല ഓവർസീസിൽ വന്നിരിക്കുന്നത്. ഇന്ത്യൻ 2 എന്ന സിനിമ അവിടെ വൻ നഷ്ടമുണ്ടാക്കിയ സിനിമയാണ്. അതിന്റെ പേരിൽ തഗ് ലൈഫിന്റെ നിലവിൽ പറഞ്ഞ 63 കോടിയിൽ നിന്നും റൈറ്റ്സ് എമൗണ്ട് റിവൈസ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും അതിന്റെ ഒരു കൃത്യമായ രൂപം ഈ വർഷം അവസാനത്തോടെ ലഭ്യമാകും. ചിത്രം അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്.